ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാളിങ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 1 ആണ്. ഈ ഡ്രാമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗെയിമിലൂടെ പരിചയപ്പെട്ട് സ്നേഹത്തിലായ ഒരു റോമഡി, കൊമാൻറ്റിക് ആൻഡ് ഇമോഷണൽ എല്ലാ ഡ്രാമയെ പോലെ തന്നെയാണ്. ഇതൊരു വോട്ടായിട്ടുള്ള നല്ലൊരു ഡ്രാമയാണ്. ആദ്യം തന്നെ കാണിക്കുന്നത് ഈ ഡ്രാമയിലെ ഹീറോയിനായ ടോങ്ങിനെയാണ്. ടോങ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അവൾ വലിയൊരു ഗെയിമർ ആവണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. ഇത് അവളുടെ ഫ്രണ്ടാണ്. അവളുടെ ഗെയിമെല്ലാം കണ്ട് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഏരിയയിലെ മുഴുവനായിട്ടുള്ള ബോയ്സിനെല്ലാം അവർക്കെല്ലാവർക്കും ഇവളെ കെട്ടണമെന്നുള്ള ആഗ്രഹം തന്നെയാണുള്ളത്. അങ്ങനെ ഫ്രണ്ട് നേരെ ടോങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഫ്രണ്ട് പറയുന്നുണ്ട്, നിന്നെ പോലെ തന്നെ എൻ്റെ ബോയ് ഫ്രണ്ടിനും ഇപ്പോൾ ഗെയിം എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവൻ എന്നെ യാതൊരു മൈൻഡ് വരെ ചെയ്യുന്നില്ല. അത് കാരണം ഞാൻ അവനെ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എന്നെല്ലാം അവൾ പറയുന്നുണ്ട്. ഈ സമയം ടോങ്ങിന് ഒരു മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. വലിയൊരു ടീമായിട്ടുള്ള ZGDX എന്ന ടീമിലെ മാനേജർ ആയിരുന്നു ടോങ്ങിന് മെസ്സേജ് അയക്കുന്നത്. അവരുടെ ടീമിൽ ഇപ്പോൾ ഒരാൾ റിട്ടയർഡ് ആകാൻ പോകുന്നുണ്ട്. അതിന് ടോങ്ങിന് ആവശ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞ മെസ്സേജ് ആയിരുന്നു. അവൾ ഇതെല്ലാം അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ഫ്രണ്ട് പറയുന്നുണ്ട് അതെല്ലാം വെറുതെ ആയിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം മാനേജർ വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്, നീ വരികയാണെങ്കിൽ നിനക്ക് 8 ലക്ഷം മുതൽ ഒരു 10 ലക്ഷം വരെയുള്ള സാലറി എല്ലാം തരാം. ഇതെല്ലാം പറയുമ്പോൾ അവർ രണ്ടുപേരും നെട്ടുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇനി അഥവാ ഇത് ശരിയാണെങ്കിലോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, നാളെ ഒരു ZGDXൻ്റെ ഗെയിം കാണാൻ വരണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ടോങ് ഇതെല്ലാം നേരെ ടോങ്ങിൻ്റെ അമ്മയോട് പോയി പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ ടോങ്ങിനെ കളിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഞാൻ ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ 2 സാധനം പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് 5 ലക്ഷം ഫ്രീ ആയി കിട്ടി എന്നെല്ലാം പറഞ്ഞ് ടോങ്ങിനെ ഒരുപാടിട്ട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നേരെ ടോങ് അവരുടെ കളി നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ZGDXൻ്റെ ഒരുപാട് ടീമും അവിടെ ഉണ്ടായിരുന്നു. നേരെ മാനേജർ ടോങ്ങിനെ കാണാനായി വരുന്നുണ്ട്. എന്നിട്ട് ടോങ്ങിനോട് ജോയിൻ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ടോങ്ങിന് അതൊരു വലിയ കാര്യമായിരുന്നു. കാരണം ZGDX എന്ന വലിയൊരു ടീമിലേക്കാണല്ലോ ടോങ് ചേരാൻ പോകുന്നത്. ഇത്രയും വലിയ സാലറി ഇതെല്ലാം ധാരാളമായിരുന്നു. അവൾ പറയുന്നുണ്ട്, മൊത്തം ബോയ്സ് അല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ ചേരുക? അപ്പോൾ അവർ പറയുന്നുണ്ട്, അതൊന്നും യാതൊരു പ്രശ്നവുമില്ല, നിനക്കും അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ അവർ പാലിക്കും എന്നെല്ലാം പറയുന്ന ഇടയിലാണ് അവരുടെ ZGDX വരുന്നത്. അതിൽ ഫസ്റ്റായി കാണിക്കുന്നത് ലൂയയാണ്. പിന്നെയായി കാണിക്കുന്നത് ZGDXത്തെ തന്നെ കെ എന്ന താരത്തെയാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ഫാറ്റി. പിന്നെ വരുന്നതാണ് മിങ്. മിങ്ങിൻ്റെ കൈക്ക് സുഖമില്ലാത്തത് കാരണമാണ് മിങ് റിട്ടയർഡ് ആകുന്നത്. അതേ സ്ഥാനത്തേക്കാണ് ടോങ് വരുന്നത്. അങ്ങനെ മിങ് റിട്ടയർഡ് ആകാൻ പോകുന്ന കാര്യമാണ് അവിടെ നിന്ന് റിപ്പോർട്ടേഴ്സും എല്ലാവരും ചോദിക്കുന്നത്. മിങ്ങിനെ വളഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ലൂക്കും ഫാറ്റിക്കും കേക്കും എന്തോ പോലെ തോന്നുന്നുമുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയായ ചെങ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവനെ കാണുന്നതും ആരാധകർ മുഴുവനായി അവൻ്റെ അടുത്തേക്കായി പോകുന്നുണ്ട്. അവനാണെങ്കിൽ നേരെ വന്ന് റിപ്പോർട്ടേഴ്സിനോടെല്ലാം പറയുന്നുണ്ട്, ഈ ടീമിലെ ക്യാപ്റ്റനായ ഞാനാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകണം. അവൻ റിട്ടയർഡ് ആകാനുള്ള കാര്യം അവൻ തന്നെ പറയും എന്നെല്ലാം പറഞ്ഞ് മിങ്ങിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നോക്കി നിൽക്കുന്ന ടോങ്ങിനെ ഒരു പ്രത്യേകിച്ചൊരു നോട്ടമെല്ലാം നോക്കിയിട്ടാണ് ചെങ് അവിടെ നിന്ന് പോകുന്നത്. ഇതെല്ലാം കാണുന്ന ടോങ്ങിന് ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ചെങ് പോകുമ്പോഴും ടോങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടായിരുന്നു പോകുന്നത്. അതേസമയം ഇവർക്കെതിരെ കളിക്കാനുള്ള CK ടീം അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ZGDXും റെഡിയായി കളിക്കാനെല്ലാം വരുന്നുണ്ട്. അങ്ങനെ കളിയെല്ലാം സ്റ്റാർട്ടാകാൻ പോകുമ്പോഴാണ് CK ടീമിലുള്ള ഒരു പയ്യൻ അവിടെ ഇരുന്ന TV-യിൽ നേരെ ടോങ്ങിൻ്റെ പിക്ചർ കാണുന്നത്. അതവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ടോങ്. അത് കാണുന്ന അവൻ വളരെയധികം നെട്ടുന്നുണ്ട്. അവനാണെങ്കിൽ കളിയിലൊന്നും ശ്രദ്ധിക്കാതെ അവൾ അവിടെ ഇരിക്കുന്നത് തന്നെ നോക്കി അങ്ങനെയെല്ലാം കളിക്കുന്നത് കാരണം
അവർക്ക് ഈ ഫസ്റ്റ് റൗണ്ടിൽ തോറ്റു പോകുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തോറ്റ കാരണം വളരെയധികം ദേഷ്യത്തിലായിരുന്ന ടോങ്ങിൻ്റെ എക്സ് നേരെ ടോങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ഗെയിം കാണാനാണോ വന്നത്? എന്തിനാണ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്നെല്ലാം ചോദിക്കുമ്പോൾ ടോങ് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഗെയിം കാണാൻ വേണ്ടിയല്ല വന്നത്, ഞാൻ ZGDXൻ്റെ ഗെയിം കാണാൻ വേണ്ടിയാണ് വന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അവരുടെ ഗെയിം കാണാൻ വന്നത്? അത് അറിയുന്ന ടോങ് പറയുന്നുണ്ട്, ഞാൻ അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്നെല്ലാം കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന് അവൻ പറയുന്നുണ്ട്, എന്തിൻ്റെ ആവശ്യമുണ്ട്? നിന്റെ ഗെയിം ഞാനാണ് പഠിപ്പിച്ചത്, നീ അതിൽ ചേരാൻ പാടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അടുത്ത ഗെയിമും സ്റ്റാർട്ടാകുന്നുണ്ട്. അങ്ങനെ അടുത്ത 2 ഗെയിമിലും CK ടീം തന്നെയായിരുന്നു ജയിച്ചത്. കാരണം ZGDXലെ മെങ്ങിൻ്റെ കൈക്ക് സുഖമില്ലാത്തത് കാരണം അവൻക്ക് ഓവർ സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ജയിക്കുന്നുണ്ട് അവരുടെ ടീം. അങ്ങനെ അവർ അവിടെ നിന്ന് ട്രോഫി എല്ലാം വാങ്ങുന്നുണ്ട്. ഇത് കാണുന്ന മിങ്ങിനാണെങ്കിൽ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. അവൻ കാരണമല്ലേ അവരുടെ ടീം തോറ്റത് എന്നതിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴാണ് നേരെ മിങ് വന്ന് സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുന്നത്. മിങ് പറയുന്നുണ്ട്, ഞാൻ നാളെ റിട്ടയർഡ് ആവാൻ പോവുകയാണ്, എൻ്റെ സ്ഥാനത്തേക്ക് ഒരാൾ വരികയും ചെയ്യും. ഞാൻ ഈ സ്ഥാനത്തെത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ കൈക്ക് സുഖമില്ലാത്തത് കാരണമാണ് ഇന്ന് എൻ്റെ ടീമിന് തോൽക്കേണ്ടി വന്നത് എന്നെല്ലാം പറഞ്ഞ് മിങ് അവിടെ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. അത് കാണുന്ന CK ടീമത്തെയും എല്ലാവരും മിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതെല്ലാം കഴിഞ്ഞ ടോങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ടോങ്ങിനെ കാണാനായി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ, ഈ 2 റൗണ്ടിലും ഞങ്ങൾ തന്നെ ജയിച്ചു. ഫസ്റ്റത്തെ റൗണ്ട് എനിക്കൊന്നും ശ്രദ്ധ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. ഇനി നിനക്ക് ഞങ്ങളുടെ ടീമിൽ കയറിക്കൂടെ? നീ എന്തിനാണ് ആ തോറ്റ ZGDXൽ തന്നെ ചേരുന്നത് എന്നെല്ലാം അവൻ പറയുന്നത് കേൾക്കുന്ന ടോങ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ അവരുടെ ടീമിൽ തന്നെ കയറും, എന്നിട്ട് അവരെ ജയിപ്പിക്കും എന്നെല്ലാം പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതെല്ലാം കേട്ട നേരെ ചെങ് ഇറങ്ങി വരുന്നത്. ചെങ് പറയുന്നുണ്ട്, ഞങ്ങൾ അത്രയ്ക്ക് മോശപ്പെട്ട ടീമൊന്നുമല്ല, ഞങ്ങളാണ് ഒരു കാലത്ത് ഏറ്റവും നല്ല ടീമായത്. ഇപ്പോൾ ഞങ്ങൾ മിങ്ങിന് കൈക്ക് സുഖമില്ലാത്തത് കാരണമാണ് ഇതെല്ലാം വന്നത് എന്നെല്ലാം ചെങ് അവിടെ നിന്ന് പറയുന്നുണ്ട്. ചെങ് പറയുന്നുണ്ട്, ഇത് നിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നല്ലേ, അതും എക്സ്, അവൾ നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഫാളിങ് ഇൻ യുവർ സ്മൈൽ എന്ന ഫസ്റ്റ് ഡ്രാമ ഇപ്പോൾ അവസാനിക്കുന്നത്.